ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അനുഷ്ഠാനങ്ങളിലൂടെയോ തീരുമാനങ്ങളിലൂടെയോ വളരെയധികം പഠനത്തിലൂടെയോ ബ്രഹ്മചര്യത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ പോലും നിങ്ങളുടെ ആത്മാഭിലാഷം ഇല്ലാതാക്കുന്നതുവരെ നിർവ്വാണത്തിന്റെ പരമമായ അനശ്വരമായ ആനന്ദം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ബുദ്ധൻ. ഈ വാക്കുകൾ നമുക്കൊരുക്കുന്നത് നിർവ്വാണത്തിന്റെ പരമമായ നിത്യസന്തോഷം കണ്ടെത്താനുള്ള കടവതിലുകളല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഇച്ഛയെ കെടുത്തുമ്പോഴാണ് അത് സാധ്യമാകൂ എന്നാണ്. മലയാളത്തിലെ പ്രചോദന കിരണങ്ങൾ ഇങ്ങനെയാണ്: ആചാരങ്ങളും പ്രമേയങ്ങളും വെറും കടമകളല്ല, ജീവിതത്തിന്റെ ഉള്ളടക്കമല്ല, അവ നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള ഉപകരണങ്ങളാണ്. നിർവ്വാണത്തിന്റെ പാതയിലേക്കുള്ള ഗൈഡുകൾ മാത്രം. അറിവ് പ്രകാശമാണ്, പക്ഷേ തീപ്പൊരിയല്ല. വിജ്ഞാനം ലക്ഷ്യമല്ല, സഞ്ചാരത്തിനുള്ള വെളിച്ചമാണ്. ബുദ്ധിപരമായ കഴിവുകളെ മറികടന്ന് ആഴത്തിലുള്ള തിരിച്ചറിവിന്റെ ജ്ഞാനമാണ് നിർവ്വാണത്തിലേക്ക് നയിക്കുന്നത്. ബ്രഹ്മചര്യം ഒരു തടസ്സമല്ല, ഒരു പരിവർത്തനമാണ്. ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇച്ഛയെ തിരിച്ചുവിളിക്കാനുള്ള ശ്രമമാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതല്ല, സ്വന്തം മനസ്സിനെ മെരുക്കലാണ് ലക്ഷ്യം. ധ്യാനം കണ്ണാടിയാണ്, നിധിയല്ല. ധ്യാനം മനസ്സിനെ ശാന്തമാക്കാനുള്ള ഉപകരണമാണ്, എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ധ്യാനത്തിലൂടെ നേടുന്ന അവബോധത്തെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ് പ്രധാനം. നിർവ്വാണം ഇച്ഛയുടെ അസ്തമയത്തിലാണ്. ഈ ലോകത്തെ ബലം പ്രയോഗിച്ച് നേടാൻ ശ്രമിക്കാവുന്നതല്ല നിർവ്വാണം. സ്വന്തം ഇച്ഛകളുടെയും ആഗ്രഹങ്ങളുടെയും നിയന്ത്രണത്തിലൂടെയേ അവിടെ എത്താൻ കഴിയൂ. ആത്മപരിശോധനയാണ് ആദ്യത്തെ ചുവട്. നിർവ്വാണത്തിലേക്കുള്ള പാതയിൽ ആദ്യം വേണ്ടത് സ്വയം നിരീക്ഷണമാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും അവയുടെ ഉറവിടം കണ്ടെത്തുകയും വേണം. ഇച്ഛയെ മെരുക്കുക, നശിപ്പിക്കരുത്. സ്വന്തം ഇച്ഛകളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നല്ല ഉദ്ദേശം, മറിച്ച് അവയെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിച്ച് ശരിയായ ദിശയിലേക്ക് നയിക്കുക എന്നതാണ്. സ്വയം സ്നേഹം അനിവാര്യമാണ്. നിർവ്വാണത്തിലേക്കുള്ള യാത്രയിൽ സ്വയം സ്നേഹവും അനുകമ്പയും അനിവാര്യമാണ്. നമ്മുടെ തെറ്റുകളും പരാജയങ്ങളും സ്വീകരിക്കാനും അവയിൽ നിന്ന് പഠിക്കാനും നമ്മെത്തന്നെ സ്നേഹിക്കാൻ കഴിയണം. ക്ഷമയാണ് കരുത്ത്. നിർവ്വാണം ഒരു ദിവസം കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നല്ല, ക്ഷമയോടെയും പരിശ്രമത്തോടെയും മുന്നേറേണ്ട പാതയാണിത്. വീഴ്ചകളിൽ തളരാതെ ക്ഷമയോടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക. സഹജീവികളോടുള്ള കരുതൽ. നിർവ്വാണം വ്യക്തിപരമായ ഒരു ലക്ഷ്യം മാത്രമല്ല, മാനവികതയുടെ ഉന്നമനത്തിനുള്ള ഒരു മാർഗം കൂടിയാണ്. സഹജീവികളോട് കരുതലും അനുകമ്പയും കാണിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇച്ഛകളും ആഗ്രഹങ്ങളും ലഘൂകരിക്കപ്പെടുന്നു. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനും നിർവ്വാണത്തിലേക്കുള്ള പാതയിലേക്ക് നയിക്കാനും സഹായകമാകട്ടെ. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.